അഭയം നൽകാനാവില്ലെന്ന് UK അറിയിച്ചതോടെ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതിസന്ധിയിൽ. ഹസീനയെ അഭയാർത്ഥിയായി പരിഗണിക്കാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ലെന്ന് UK അറിയിച്ചു. ഇതോടെ UAE, ബെലാറസ്, ഖത്തർ, സൗദി അറേബ്യ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള സാധ്യതകൾ ഷെയ്ഖ് ഹസീന പരിശോധിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജിവെച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്കായിരുന്നു ഹസീന എത്തിയത്. തുടർന്ന് UKയിലേക്ക് പോകാനായിരുന്നു നീക്കം. എന്നാൽ അഭയത്തിനോ താൽക്കാലിക ആശ്രയത്തിനോ വേണ്ടി ബ്രിട്ടനിലേക്ക് വരാൻ ഒരാൾക്ക് അനുമതി കൊടുക്കാൻ വ്യവസ്ഥ ഇല്ലെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ളവർ ആദ്യം എത്തിച്ചേരുന്ന സുരക്ഷിത രാജ്യത്ത് അഭയം തേടണം. അതാണ് ഏറ്റവും സുരക്ഷിത മാർഗമെന്നാണ് UK അറിയിച്ചത്. UKയിലേക്കുള്ള സാധാരണ വിസയ്ക്കും അവർ അപേക്ഷിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ UK ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബംഗ്ലാദേശിന്റെ ഇരട്ട പൗരത്വ നിയമങ്ങൾ പ്രകാരം ഷെയ്ഖ് ഹസീനയ്ക്ക് UK പാസ്പോർട്ടുണ്ട്. മകൾ തുലിപ് സിദ്ദീഖ് ഹാംസ്റ്റഡിലെയും ഹൈഗേറ്റിലെയും സിറ്റിംഗ് ലേബർ മെമ്പറും ട്രഷറിയുടെയും സിറ്റി മന്ത്രിയുടെയും സാമ്പത്തിക സെക്രട്ടറിയുമാണ്. അതേസമയം മറ്റു രാജ്യങ്ങൾ അഭയം നൽകുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവർ തുടരുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സഹോദരിക്കൊപ്പം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടത്. തുടർന്ന് അവർ ഡൽഹിയിൽ വിമാനം ഇറങ്ങി. ഹസീന ഇന്ത്യയിൽ എത്തിയതായി ഇന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. രാജിവെക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ പെട്ടെന്നാണ് അവർ ഇന്ത്യയിലേക്ക് വരാൻ അനുമതി തേടിയതെന്നും വിമാനത്തിന് അതിർത്തി കടക്കാൻ ബംഗ്ലാദേശ് അധികൃതരിൽ നിന്നും അപേക്ഷ ലഭിച്ചുവെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് രാജ്യസഭയിൽ വിശദീകരിച്ചിരുന്നു. അതിനിടെ ബംഗ്ലാദേശിലെ ആക്രമണങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഇന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. ബംഗ്ലാദേശിലെ സ്ഥിതി വഷളായാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബംഗ്ലാദേശുമായുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായും ജാഗ്രത തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ബംഗ്ലാദേശ് സൈന്യവുമായി സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഇക്കാര്യം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. പ്രതിഷേധം ആരംഭിക്കുമ്പോൾ 8000 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 19,000 ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 4-ന് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയും പോലീസിന് നേരെയുമുള്ള ആക്രമണം വർദ്ധിച്ചു. ഭരണകൂടവുമായും ന്യൂനപക്ഷങ്ങളുമായും ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്വത്തുക്കളാണ് അക്രമികൾ ലക്ഷ്യമിട്ടത്. 5-നാണ് കർഫ്യൂ വകവയ്ക്കാതെ പ്രതിഷേധക്കാർ ധാക്കയിൽ ഒത്തുകൂടിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഷെയ്ഖ് ഹസീന രാജിവെക്കാൻ തീരുമാനിച്ചത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് വരാൻ ഷെയ്ഖ് ഹസീന അനുമതി തേടുകയായിരുന്നു. ബംഗ്ലാദേശിലെ അധികാരികളിൽ നിന്ന് ആ സമയത്ത് തന്നെ അതിർത്തി കടക്കാൻ അപേക്ഷയും ലഭിച്ചിരുന്നു.